മുൻ സീനിയർ ഗവർണൻസ് ലീഡർ പി.ജി. മന്നുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നിൽ വീഡിയോ പ്രചരിച്ചതിന്റെ വേദനയെന്ന് സൂചന. കൊല്ലത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മനുവിനെ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിൽ ജാമ്യം അനുവദിച്ചത് ഞായറാഴ്ച രാവിലെ അഭിഭാഷകനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിക്കാത്തതിനെ തുടർന്ന് ജൂനിയർ അഭിഭാഷകർ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മനുവും കുടുംബവും ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പോയി മാപ്പപേക്ഷിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഏറെ മനോവിഷമത്തിലായിരുന്നു ഇദ്ദേഹമെന്നും വിവരമുണ്ട്. എറണാകുളം പിറവം സ്വദേശിയാണ് മനു. 2018 നടന്ന പീഡന കേസിൽ ഇരയായ യുവതി പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമോപദേശത്തിനായി അഭിഭാഷകനായ പി.ജി. മനുവിനെ സമീപിക്കുന്നത്. നിയമസഹായം നൽകാമെന്ന പേരിൽ യുവതിയെ മനുവിന്റെ കടവന്ത്രയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി ബലമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. ഈ കേസ് ഏറെ വിവാദമുണ്ടാക്കുകയും ചെയ്തു. മാനസികമായി തകർന്ന യുവതി വീട്ടുകാരോട് ആദ്യം വിവരം പറഞ്ഞിരുന്നില്ല. പിന്നീട് ഒക്ടോബർ 9-നും 10-നും പീഡനം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ആലുവ റൂറൽ എസ്.പിക്ക് പരാതി നൽകുകയായിരുന്നു. ബലമായി പീഡിപ്പിച്ചതിന് ശേഷം സ്വകാര്യ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയതായും യുവതി പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പി.ജി. മനുവിനെതിരെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. പീഡന കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം യുവതിയെ പീഡിപ്പിച്ചതായും പരാതിയെത്തി. ഭർത്താവിന്റെ ജാമ്യം റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പീഡിപ്പിച്ചതെന്നായിരുന്നു യുവതിയുടെ അന്നത്തെ പരാതി. ഇതോടെ പി.ജി. മനു കുടുംബത്തോടൊപ്പം യുവതിയുടെ വീട്ടിലെത്തി മാപ്പ് പറഞ്ഞുവെന്ന സൂചനകളുമായാണ് വീഡിയോ പ്രചരിച്ചത്. ഇത് നാണക്കേട് ഉണ്ടാക്കിയെന്നാണ് സൂചന. നേരത്തെ മറ്റൊരു യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിലും പി.ജി. മനു ജയിലിലായിരുന്നു. പുറത്തിറങ്ങി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്ന വാദവും ഇതിനിടെ എത്തി. വീണ്ടും കേസായാൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന സാഹചര്യം വന്നപ്പോഴാണ് യുവതിയുടെ വീട്ടിൽ കുടുംബസമേതം എത്തി ഇയാൾ മാപ്പ് പറഞ്ഞതെന്നും സൂചനകളുണ്ട്. ഇതിനിടെയാണ് മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ച കേസിൽ മനുവിന് ജാമ്യം ലഭിച്ചിരുന്നു. കർശന ഉപാധികളോടെയായിരുന്നു അന്ന് ജാമ്യം അനുവദിച്ചത്. കേസിൽ വിചാരണ തീരുന്നതുവരെ ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത്, പാസ്പോർട്ട് ഹാജരാക്കണം, എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം, 2 ലക്ഷം രൂപയുടെ ബോണ്ട്, 2 ആൾ ജാമ്യം എന്നിവയായിരുന്നു ഉപാധികൾ. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇത് കണക്കിലെടുത്താണ് ഉപാധികളോടെ കോടതി ജാമ്യം നൽകിയത്. കഴിഞ്ഞ ജനുവരി 31-നാണ് പുത്തൻകുരിശ് ഡിവൈഎസ്പിക്ക് മുന്നിൽ പി.ജി. മനു കീഴടങ്ങിയത്. 2018-ൽ ഉണ്ടായ അതിക്രമ കേസിൽ 5 വർഷമായിട്ടും നടപടിയാകാതെ വന്നപ്പോൾ പോലീസ് നിർദ്ദേശപ്രകാരം നിയമസഹായം തേടിയെത്തിയ യുവതിയെ ഓഫീസിൽ വെച്ചും വീട്ടിൽ വെച്ചും ഉപദ്രവിച്ചു എന്നാണ് മനുവിനെതിരായ കേസ്. അഭിഭാഷകൻ അയച്ച വാട്സ്ആപ്പ് ചാറ്റുകളും ഓഡിയോ സംഭാഷണം എന്നിവയും തെളിവായി പോലീസിന് കൈമാറിയിരുന്നു. ബലാത്സംഗം, IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നത്.